ഇപ്പോൾ എല്ലാവരും പറയുന്നല്ലേ മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങളുടെ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബാധിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്ടറെ ഇടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കുന്നു പറയും. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് കയറി ചെന്നു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണല്ലോ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയുകയായിരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യം കൊണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾട്ടുഗദർ സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം കൊണ്ട ആളാണ്. ജയറാമേട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കും പടമായല്ലോ, ഇനി അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്യണം എന്ന് വിചാരിച്ച് അത് ചെയ്ത സിനിമയാണ്. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെ ഇരിക്കുമെന്ന്. നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിന് തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ്. അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നമുക്ക് അത് അനുഭവപ്പെട്ടത്. ഇല്ല, ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല. അതിലപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. തന്നെ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സർക്കാർ അപ്പടിയാ? അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണണം, എന്താ മൂപ്പർ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது, சாரோடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அண்ட் இன்ஃபேக்ட் நீங்கள் பேரன்பு பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷனை தான் எக்ஸ்ப்ளோர் பண்ணுவோம். அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பர்கள் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே ஃப்ரேமில் பார்க்கும்போது எனக்கு துணிகிட்டே இருக்கும், சார்கிட்ட சொல்லிகிட்டே இருப்பேன் நான். இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போய்ட்டு எக்ஸைட்டாக சொல்லிகிட்டே இருப்பேன் நான். அதனால் இன்னும் கூட இது பண்ண முடியல. ஏன்னா சார்கிட்ட ஒரு மேஜிக் அது எப்படி எங்கே இருக்குன்னு தெரியல. அது நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் அண்ட் இன்னொரு விஷயம் சொல்கிறேன், ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்திங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கேன். எனக்கு மனசு மைண்டு அண்ட் அந்த விஷயங்கள் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. அது எல்லாமே கேரக்டரைசேஷன் சாரோட ரெண்டு எல்லாம் சேர்ந்தது தான். അപ്പം ഞാൻ ഇന്നലെ നമ്മൾ വനിതാവേദിയിൽ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്ത് നേരെ ഒന്നും ഇപ്പുറത്ത് ഊസ്ലൻ്റെ ഫസ്റ്റ് ഡേ ഷോക്ക് കയറുകയാണ്. അപ്പം രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ, ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അവരെ മീറ്റ് ചെയ്യാൻ പറ്റി, അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻറ്റിൽ. മ്യൂസിക്കിൽ
ബേസിക്കലി ഒരു ത്രില്ലറിൻ്റെ പേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ബിക്കോസ് ഞാൻ പറഞ്ഞു, മിഥുൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ് നമ്മൾ ഡിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഇമോഷണൽ സീക്വൻസിലാണെങ്കിൽ പോലും ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മാറാതെ ആ ഒരു ഫീലിൽ നിന്ന് പുറത്ത് വരരുത്. ഫോൺ ചെക്ക് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. ഇമോഷണൽ സീക്വൻസിൻ്റെ സമയത്ത് ആരെങ്കിലും ഫോൺ എടുക്കുന്നത്, ഒരാളും ഫോൺ എടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ചാലഞ്ച്. ഇപ്പം നമുക്ക് ഹെവി മ്യൂസിക് ചെയ്യാൻ സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു തമ്പ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ചെയ്തെടുക്കാം. ഈ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, ഇപ്പം മമ്മൂക്കയുടെ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അതിന് ജയറാമേട്ടൻ്റെ റിയാക്ഷൻ, ഈ രണ്ട് ഇൻഫാക്ട് ജയറാമേട്ടൻ്റെ റിയാക്ഷനാണ് എൻ്റെ മ്യൂസിക് കയറുന്നത്. അപ്പം ആ ഒരു സാധനം അണ്ടർ പ്ലേ ചെയ്ത് പിടിക്കാം, പക്ഷെ ആരുടെയും ഫോക്കസ് പോരുത്. അതായിരുന്നു ഒരു ചാലഞ്ച്. പക്ഷേ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ക്ലിയർ വിഷനുള്ള ഒരാളാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രീഡം ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ യു ഡു വാട്ട് യു വാണ്ട്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ നീഡ്. ഈ എഫക്റ്റ് എനിക്ക് കിട്ടും. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു എന്ന് ഞാൻ പറയും. പക്ഷേ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷം അത് എല്ലാവരോടും ഇങ്ങനെ പറയണമല്ലോ, അതിങ്ങനെ പറയാൻ പറ്റാണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ട് നടക്കായിരുന്നു. അതെന്തായാലും ഇന്നലത്തോടു കൂടി അത് മാറിക്കിട്ടി. പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ബോണസാണ്. കാരണം മിഥുൻ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, ജയറാമേട്ടനോടൊപ്പം അഭിനയിക്കുന്നത്, പിന്നെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാവുക, അത് സാധിച്ചു. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.